ഹായ് ഓൾ, ഇക്യുസോഫ്റ്റിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ മാസ്റ്റേഴ്സ് എന്ന മെനുവും ട്രാൻസാക്ഷൻ എന്ന മെനുവും നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് മെനുസ് കൂടി പരിചയപ്പെടാം. മാസ്റ്റേഴ്സ് എന്ന മെനുവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ എല്ലാം ലിസ്റ്റ് ലഭ്യമാകുന്നത് മാസ്റ്റർ ലിസ്റ്റ് എന്ന ഈ ഒരു മെനുവിലൂടെയാണ്. മാസ്റ്റർ ലിസ്റ്റിലെ കസ്റ്റമർ ലിസ്റ്റ് എന്ന മെനു ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് മുഴുവൻ കാണാൻ സാധിക്കുന്നു. മുകളിൽ കാണുന്ന മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതേ കസ്റ്റമർ ലിസ്റ്റിനെ ഈ ഒരു വിൻഡോയിലുള്ള ഹെഡ്സ് വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യുവാനും സാധിക്കുന്നു. മുകളിൽ കാണുന്ന പ്രിൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ലിസ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. നമ്മുടെ കസ്റ്റമർ ലിസ്റ്റ് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇക്യുസോഫ്റ്റിൻ്റെ EqualERP എന്ന സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഏത് മാസ്റ്റർ ലിസ്റ്റുകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോ സപ്ലയേഴ്സിനോ അതല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻറ്റിനോ ഡയറക്റ്റായി മെയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനായി മുകളിൽ കാണുന്ന മെയിൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് മെയിൽ ഐഡിയും ഈ ഒരു മെയിലിൻ്റെ കണ്ടൻറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന മെയിൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമ്മുടെ സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സപ്ലയർ ലിസ്റ്റ് എന്ന മെനുവിൽ ലഭ്യമാകുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് ഡീറ്റെയിൽസ് മാസ്റ്റർ ലിസ്റ്റിലെ പ്രൈസ് ലിസ്റ്റിൽ ലഭ്യമാകുന്നു. ഈ ഒരു ലിസ്റ്റും ഫിൽട്ടർ ചെയ്യുന്നതിന് മുകളിൽ കാണുന്ന മോർ എന്ന ഭാഗം ഉപയോഗിക്കാം. മാസ്റ്റേഴ്സിലെ പ്രൊഡക്റ്റ് ലിസ്റ്റിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നു. മാസ്റ്റർ ലിസ്റ്റിലെ അക്കൗണ്ട് ഹെഡ് എന്ന മെനുവിൽ ERPയിലുള്ള എല്ലാ അക്കൗണ്ട് ഹെഡുകളുടെയും ഡീറ്റെയിൽസ് ലഭ്യമാകുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ലഭ്യമാകുന്നത് മാസ്റ്റർ ലിസ്റ്റിലെ ക്യാഷ് കസ്റ്റമർ ലിസ്റ്റിലാണ്. നമ്മുടെ സ്ഥാപനത്തിലെ സെയിൽസിൻ്റെ റിപ്പോർട്ടെല്ലാം ലഭ്യമാകുന്നത് സെയിൽസ് റിപ്പോർട്ട് എന്ന മെനുവിലാണ്. ഒരു ടൈം പീരീഡിൽ നമ്മൾ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ബിൽ നമ്പർ, ഡേറ്റ്, ഏത് കസ്റ്റമർക്കാണ് നമ്മൾ സെയിൽ ചെയ്തത്, അവരുടെ GST നമ്പർ, നമ്മൾ സെയിൽ ചെയ്ത ക്വാണ്ടിറ്റി, സെയിൽസ് എമൗണ്ട്, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ടുള്ള ഗ്രോസ് എമൗണ്ട്, CGST, SGST, അതല്ലെങ്കിൽ IGST എമൗണ്ട്, KFC, നെറ്റ് എമൗണ്ട് എന്നീ ഡീറ്റെയിൽസ് സെയിൽസ് രജിസ്റ്റർ എന്ന ഈ ഒരു റിപ്പോർട്ടിൽ ലഭിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടിലെ ഹെഡുകളിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഹെഡിലെ ഡീറ്റെയിൽസ് അസെൻഡിങ് ഓർഡർ ആയോ ഡിസെൻഡിങ് ഓർഡർ ആയോ കാണണമെങ്കിൽ സോർട്ട് ബൈ അസെൻഡിങ് അല്ലെങ്കിൽ സോർട്ട് ബൈ ഡിസെൻഡിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഹെഡിനെ ഗ്രൂപ്പ് ചെയ്ത് കാണണമെങ്കിൽ ഗ്രൂപ്പ് ബൈ എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോർട്ട് ചെയ്തത് അൺസോർട്ട് ചെയ്യാനാണ് അൺസോർട്ട് എന്ന ഭാഗം യൂസ് ചെയ്യേണ്ടത്. സെലക്ട് കോളംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റിപ്പോർട്ടിൽ ഏതൊക്കെ ഹെഡ്സ് ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണേണ്ടാത്ത റിപ്പോർട്ട് ഹെഡുകൾ അൺടിക്ക് ചെയ്ത് ഒഴിവാക്കാൻ ഈ ഒരു കോളം സെലക്ഷൻ എന്ന മെനു ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഹെഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ മൂവ് അപ്പ് അല്ലെങ്കിൽ മൂവ് ഡൗൺ എന്നീ ടാബുകൾ യൂസ് ചെയ്യാം. ഈ ഒരു ഫീച്ചർ EqualERPയുടെ ഏത് റിപ്പോർട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് ഇതിലുള്ള പോയിന്റ്സ് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെയിൽസ് റിപ്പോർട്ടിലെ ബിൽ രജിസ്റ്റർ എന്ന റിപ്പോർട്ടിൽ സെയിൽസ് രജിസ്റ്ററിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമാകുന്നു. കൂടുതൽ ഫിൽട്രേഷനും ഈ ഒരു റിപ്പോർട്ടിൽ ലഭ്യമാണ്. ഒരു ദിവസത്തെ മാത്രം സെയിൽസ് ഡീറ്റെയിൽസ് അറിയുവാൻ സെയിൽസ് റിപ്പോർട്ടിലെ ഡെയിലി സെയിൽസ് രജിസ്റ്റർ എന്ന റിപ്പോർട്ട് ഉപയോഗിക്കാം. ഡെയിലി സെയിൽസിൻ്റെ തന്നെ വളരെ കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് താഴെയുള്ള ഡെയിലി സെയിൽസ് രജിസ്റ്ററുകൾ. ടാക്സ് വൈസ് ആയി സെയിൽസിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുവാൻ സെയിൽസ് ടാക്സ് വൈസ് രജിസ്റ്റർ ഉപയോഗിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ ഡെയിലി സെയിൽസിൻ്റെ സമ്മറി ലഭിക്കുവാൻ സെയിൽസ് റിപ്പോർട്ടിലെ ഡെയിലി സെയിൽസ് സമ്മറി എന്ന റിപ്പോർട്ട് എടുക്കുക. സെയിൽസ് റിപ്പോർട്ടിലെ വാൻ വൈസ് റിപ്പോർട്ടിൽ വാൻ സെയിലിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാൻ സെയിലിലെ ഐറ്റം വൈസ് സെയിൽസിൻ്റെ റിപ്പോർട്ടും ലഭിക്കുന്നു. സെയിൽസ് റിപ്പോർട്ടിലെ കസ്റ്റമർ വൈസ് റിപ്പോർട്ടിൽ കസ്റ്റമറുടെ സെയിൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നു. ഓരോ കസ്റ്റമർക്ക് സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റം വൈസ്, കാറ്റഗറി വൈസ്, പോയിൻ്റ് വൈസ് പോലെയുള്ള ഓരോ സെപ്പറേറ്റ് റിപ്പോർട്ടും സെയിൽസ് റിപ്പോർട്ടിലെ
കസ്റ്റമർ വൈസ് റിപ്പോർട്ടിൽ ലഭ്യമാണ്. കസ്റ്റമർ വൈസ് റിപ്പോർട്ട് പോലെ തന്നെ ഓരോ ടൈം പീരീഡിലും നടന്നിട്ടുള്ള കാറ്റഗറി വൈസ് സെയിൽസിൻ്റെ റിപ്പോർട്ട് ERPയിൽ ലഭ്യമാണ്. ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഏതൊക്കെ ഐറ്റം സെയിൽസായി എന്നും അത് ഏതൊക്കെ കസ്റ്റമേഴ്സിനാണ് സെയിലായത് എന്നതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ ലഭ്യമാകുന്നു. ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ബിസിനസ്സിൽ ഓരോ സെയിൽസിൻ്റെ ഒപ്പം നടന്നിട്ടുള്ള കളക്ഷൻ്റെ ഡീറ്റെയിൽസ് സെയിൽസ് റിപ്പോർട്ടിലെ കളക്ഷൻ രജിസ്റ്ററിൽ ലഭ്യമാണ്. സെയിൽസ് റിപ്പോർട്ടിലെ സെയിൽസ് പ്രൊഡക്റ്റ് സമ്മറിയിൽ ഒരു ടൈം പീരീഡിൽ നടന്നിട്ടുള്ള സെയിൽസിൻ്റെ പ്രൊഡക്റ്റ് വൈസ് ഡീറ്റെയിൽസ് ലഭിക്കുന്നു. സെയിലായിട്ടുള്ള പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ ഈ ഒരു റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ HSN കോഡിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഡീറ്റെയിൽസ് അറിയുവാനാണ് സെയിൽസ് കമ്മോഡിറ്റി സമ്മറി, ബിൽ വൈസ്, കമ്മോഡിറ്റി വൈസ് സെയിൽസ് എന്നീ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഓരോ ദിവസത്തെയും ഡെയിലി ബാലൻസ് മനസ്സിലാക്കുവാൻ നമുക്ക് സെയിൽസ് റിപ്പോർട്ടിലെ ഡെയിലി ബാലൻസ് രജിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ദിവസത്തെയും ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്, മുന്നേ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസിൻ്റെ റെസിപ്റ്റ്, ഓരോ ദിവസത്തെയും ടോട്ടൽ ബാലൻസ് എന്നീ ഡീറ്റെയിൽസ് ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സെയിൽസ് ഡീറ്റെയിൽസിൻ്റെ സെയിൽസ്മാൻ വോയ്സ് സമ്മറി ഡീറ്റെയിൽസ് ലഭിക്കുവാൻ സെയിൽസ്മാൻ സമ്മറി റിപ്പോർട്ട് യൂസ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ ക്യാഷ് കസ്റ്റമേഴ്സിൻ്റെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ ക്യാഷ് കസ്റ്റമർ സെയിൽസ് രജിസ്റ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പോർട്ട് സെയിൽസ് റിപ്പോർട്ടിലാണ് ലഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സെയിൽസ് റിപ്പോർട്ടിലെ പ്രോഫിറ്റ് രജിസ്റ്റർ. ഒരു സ്ഥാപനത്തിലെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് പ്രോഫിറ്റ് രജിസ്റ്ററിലാണ്. ഓരോ ബില്ലിൽ നിന്നും ലഭിച്ച പ്രോഫിറ്റ്, ഓരോ ഐറ്റം വിൽക്കുമ്പോൾ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ്, ഓരോ കസ്റ്റമേഴ്സിനും സെയിൽസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ്, ഓരോ സപ്ലയറുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, ഓരോ കാറ്റഗറിയും സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്നിവ മനസ്സിലാക്കാനുള്ള സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ സെയിൽസ് റിപ്പോർട്ടിലെ പ്രോഫിറ്റ് രജിസ്റ്ററിൽ ലഭ്യമാണ്. GST ഫയൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെയിൽസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും സെയിൽസ് റിപ്പോർട്ടിലെ GSTR 1 റിപ്പോർട്ടിൽ ലഭ്യമാണ്. സെയിൽസ് റിപ്പോർട്ടിലെ മോർ എന്ന മെനുവിൽ KFC കളക്ട് ചെയ്യാത്ത ബില്ലിൻ്റെ ഡീറ്റെയിൽസും TCSൻ്റെ സമ്മറിയും ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രൊമോട്ടർ, സെയിൽസ്മാൻ, റെപ്രസെൻറ്റേറ്റീവ്സ് തുടങ്ങിയവരുടെ കമ്മീഷൻ ഡീറ്റെയിൽസും കമ്മീഷൻ രജിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നു. ഓരോ മന്തിലെയും സെയിൽസും പർച്ചേസും കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നതിന് സെയിൽസ് പർച്ചേസ് അനലൈസ് രജിസ്റ്റർ ഉപയോഗിക്കുന്നു. ഓരോ ബില്ലിംഗ് കൗണ്ടറിൽ നിന്നും ഉണ്ടായിട്ടുള്ള സെയിൽസിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നത് സെയിൽസ് റിപ്പോർട്ടിലെ മോർ എന്ന ഭാഗത്ത് സെയിൽസ് ബില്ലിംഗ് കൗണ്ടർ സമ്മറി എന്ന റിപ്പോർട്ടിൽ നിന്നാണ്. ഓരോ വർഷത്തെ സെയിൽസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് സെയിൽസ് ആനുവൽ സമ്മറിയും ഓരോ മാസത്തെയും സെയിൽസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് സെയിൽസ് മന്ത് സമ്മറിയും ഉപയോഗിക്കുന്നു. സെയിൽ ചെയ്യുന്ന സമയത്ത് ഫ്രീ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ ഐറ്റം വൈസ് ഫ്രീ ക്വാണ്ടിറ്റി രജിസ്റ്റർ യൂസ് ചെയ്യുക. നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള സെയിൽസ് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ സെയിൽസ് റിപ്പോർട്ടിലെ ക്യാൻസൽഡ് സെയിൽസ് രജിസ്റ്റർ യൂസ് ചെയ്യാം. ഒരു സെയിൽ ബിൽ സേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിലെ പ്രൊഡക്റ്റുകൾ റെഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ സെയിൽസ് ഐറ്റം ഡിലീറ്റഡ് ഓർ റെഡ്യൂസ്ഡ് റിപ്പോർട്ടിലൂടെ സാധിക്കുന്നു. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഓരോ ബില്ലിംഗ് കൗണ്ടറിലെയും ബില്ലിംഗ് സ്റ്റാഫ്സിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാക്കുവാനും അവരെ മോണിറ്റർ ചെയ്യുവാനും ബില്ലിംഗ് കൗണ്ടറിലെ മാനിപ്പുലേഷൻസ് ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. യൂസർ സെഷൻ സെയിൽസ് രജിസ്റ്ററിലൂടെ ഓരോ യൂസറിൻ്റെയും ഓരോ ദിവസത്തെയും സെഷൻ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നു. ഒരു സ്ഥാപനത്തിലെ സെയിൽസ് റിട്ടേണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകുന്നത് സെയിൽസ് റിപ്പോർട്ടിലെ സെയിൽസ് റിട്ടേൺ റിപ്പോർട്ടിലാണ്. സെയിൽസ് റിട്ടേൺ റിപ്പോർട്ടിലും കാറ്റഗറി വൈസ്, ഐറ്റം വൈസ്, കസ്റ്റമർ വൈസ് റിട്ടേണുകൾക്ക് സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നതാണ്. സെയിൽസ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ലഭിക്കുന്നത് സെയിൽസ് റിപ്പോർട്ടിലെ സെയിൽസ് ഓർഡർ റിപ്പോർട്ടിലാണ്. സെയിൽസ് ഓർഡറിൻ്റെയും കസ്റ്റമർ വൈസ്, കാറ്റഗറി വൈസ്, പ്രൊഡക്റ്റ് വൈസ് പോലെയുള്ള സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ ലഭ്യമാണ്. സെയിൽസ് റിപ്പോർട്ടിൽ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥാപനത്തിലെ പർച്ചേസിൻ്റെ എല്ലാ രീതിയിലുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നത് പർച്ചേസ് റിപ്പോർട്ടിലാണ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് പർച്ചേസ് രജിസ്റ്റർ എന്ന റിപ്പോർട്ടിലാണ് ലഭിക്കുന്നത്.
ഇതേ പർച്ചേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ റിപ്പോർട്ടാണ് താഴെയുള്ള പർച്ചേസ് രജിസ്റ്റർ ഡീറ്റെയിൽഡ് എന്ന റിപ്പോർട്ട്. പർച്ചേസ് അപ്രൂവൽ എന്ന ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ പർച്ചേസിന് ശേഷം ആ ഒരു പർച്ചേസ് അപ്രൂവ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ആകുകയുള്ളൂ. പർച്ചേസ് അപ്രൂവൽ കൊടുക്കാത്ത പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസ് അപ്രൂവൽ പെൻഡിംഗ് രജിസ്റ്റർ എന്ന ഈ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നു. ഒരു പർച്ചേസ് മുഴുവൻ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ പാർഷ്യലായി ആ ഒരു പർച്ചേസ് ബിൽ നമുക്ക് സേവ് ചെയ്യാൻ ഇക്യുസോഫ്റ്റിൻ്റെ ഈക്വൽ ERP എന്നൊരു സോഫ്റ്റ്വെയറിൽ സാധിക്കുന്നു. അങ്ങനെ പാർഷ്യലായി സേവ് ചെയ്തിട്ടുള്ള പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് പർച്ചേസ് രജിസ്റ്റർ പാർഷ്യൽ എന്ന റിപ്പോർട്ടിൽ ലഭിക്കുന്നതാണ്. പർച്ചേസിൻ്റെ എല്ലാം ടാക്സ് വൈസ് ഡീറ്റെയിൽസ് ലഭിക്കുന്നത് പർച്ചേസ് ടാക്സ് വൈസ് രജിസ്റ്റർ എന്ന റിപ്പോർട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പർച്ചേസ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് പർച്ചേസ് ഐറ്റം സമ്മറി എന്ന റിപ്പോർട്ടും ഓരോ പ്രൊഡക്റ്റിൻ്റെയും സപ്ലയർ വൈസ് റിപ്പോർട്ട് ലഭിക്കുന്നതിന് പർച്ചേസ് സപ്ലയർ സമ്മറി എന്ന റിപ്പോർട്ടും ഉപയോഗിക്കുന്നു. ഓരോ കാറ്റഗറി വൈസ് പർച്ചേസ് റിപ്പോർട്ട് ലഭിക്കുന്നത് പർച്ചേസ് കാറ്റഗറി സമ്മറി റിപ്പോർട്ട് എന്ന റിപ്പോർട്ടിലാണ്. അതുപോലെ തന്നെ HSN വൈസായി പർച്ചേസ് ഡീറ്റെയിൽസ് അറിയുന്നതിന് പർച്ചേസ് കമ്മോഡിറ്റി സമ്മറി എന്ന റിപ്പോർട്ട് ഉപയോഗിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ മന്തിലെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും പർച്ചേസ് ഡീറ്റെയിൽസ് അറിയുന്നതിന് പർച്ചേസ് ആനുവൽ സമ്മറി എന്ന റിപ്പോർട്ട് യൂസ് ചെയ്യുക. മോർ എന്ന ഭാഗത്ത് ഫിൽട്രേഷനിലൂടെ ടൈപ്പ് എന്ന മെനുവിൽ നിന്നും ഓരോ മാസത്തെയും ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ ഗ്രോസ് എമൗണ്ട്, ടാക്സ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്നിവ സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഓരോ പർച്ചേസ് ബില്ലിലെയും കമ്മോഡിറ്റി വൈസ് പർച്ചേസ് ഡീറ്റെയിൽസ് അറിയുവാൻ വേണ്ടി നമുക്ക് ബിൽ വൈസ് കമ്മോഡിറ്റി വൈസ് പർച്ചേസ് രജിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. TCS ഡീറ്റെയിൽസ് ലഭ്യമാകുന്നത് പർച്ചേസ് രജിസ്റ്ററിലെ TCS സമ്മറി എന്ന റിപ്പോർട്ടിലാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും വ്യത്യസ്ത കാലയളവിലെ പർച്ചേസ് റേറ്റ്സ് കമ്പയർ ചെയ്ത് ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് പർച്ചേസ് റേറ്റ് കമ്പയർ രജിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു റിപ്പോർട്ട് തന്നെ സപ്ലയർ വൈസ് പ്രൊഡക്റ്റ് വൈസ് ഫിൽട്ടർ ചെയ്ത് കമ്പയർ ചെയ്യുവാനും സാധിക്കുന്നു. GST ഫയലിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരം റിപ്പോർട്ടുകളും പർച്ചേസ് റിപ്പോർട്ടിലെ GSTR2 റിപ്പോർട്ടിൽ ലഭ്യമാണ്. ടാക്സ് കൺസൾട്ടൻ്റെയോ അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ നിർദ്ദേശപ്രകാരമുള്ള ഏത് GSTR2 റിപ്പോർട്ടും സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ ഡയറക്റ്റായി മെയിൽ ചെയ്യുവാനും ഇക്യുസോഫ്റ്റിൻ്റെ ഈക്വൽ ERP എന്നൊരു സോഫ്റ്റ്വെയറിൽ സാധ്യമാണ്. GST 3B ഫയൽ ചെയ്യുന്നതിനാവശ്യമായ ഡീറ്റെയിൽസ് പർച്ചേസ് റിപ്പോർട്ടിലെ GSTR3B എന്ന റിപ്പോർട്ടിൽ ലഭ്യമാകുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ ഒരു പെർട്ടിക്കുലർ മാസത്തിലെ സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും എലിജിബിൾ ആയിട്ടുള്ള ITCയുടെയും നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള GST എമൗണ്ട് പേയബിൾ ഡീറ്റെയിൽസും ലഭ്യമാകുന്നു. പർച്ചേസ് റിട്ടേണിൻ്റെ ഓരോ സെപ്പറേറ്റ് റിപ്പോർട്ടും ലഭ്യമാകുന്നത് പർച്ചേസ് റിപ്പോർട്ടിലെ പർച്ചേസ് റിട്ടേൺ റിപ്പോർട്ടിലാണ്. ടാക്സ് വൈസ്, കാറ്റഗറി വൈസ്, ഐറ്റം വൈസ്, സപ്ലയർ വൈസ് തുടങ്ങിയ സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ പർച്ചേസ് റിട്ടേൺ റിപ്പോർട്ടിൽ ലഭ്യമാണ്. പർച്ചേസ് റിപ്പോർട്ടിലെ ഡെബിറ്റ് നോട്ട് രജിസ്റ്ററിൽ ഡെബിറ്റ് നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ വൈസ് ആയിട്ടുള്ള ഡെബിറ്റ് നോട്ട് സമ്മറികൾ ഡെബിറ്റ് നോട്ട് കസ്റ്റമർ സമ്മറി എന്ന റിപ്പോർട്ടിൽ ലഭ്യമാകുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ജനറൽ എക്സ്പെൻസ് അല്ലാത്ത GST ഇൻക്ലൂഡഡ് എക്സ്പെൻസുകൾ ടാക്സബിൾ എക്സ്പെൻസിലാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ എൻ്റർ ചെയ്തിട്ടുള്ള ടാക്സബിൾ എക്സ്പെൻസിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് പർച്ചേസ് റിപ്പോർട്ടിലെ ടാക്സബിൾ എക്സ്പെൻസ് രജിസ്റ്ററിലാണ്. കാറ്റഗറി വൈസ്, സപ്ലയർ വൈസ് അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് പർച്ചേസ് ഓർഡർ റിപ്പോർട്ടുകൾ ലഭിക്കാൻ പർച്ചേസ് റിപ്പോർട്ടിലെ പർച്ചേസ് ഓർഡർ റിപ്പോർട്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ ലിസ്റ്റുകൾ ലഭിക്കുവാൻ മാസ്റ്റർ ലിസ്റ്റും അതുപോലെ തന്നെ സെയിൽസിൻ്റെ റിപ്പോർട്ടുകൾ സെയിൽസ് റിപ്പോർട്ടിലും പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് പർച്ചേസ് റിപ്പോർട്ടിലും ലഭ്യമാകുന്നു. ഇക്യുസോഫ്റ്റിൻ്റെ ഈക്വൽ ERP എന്ന ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഏത് റിപ്പോർട്ടും അല്ലെങ്കിൽ ഏത് ലിസ്റ്റും ഡയറക്റ്റായി പ്രിൻ്റ് ചെയ്യുവാനും എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാനും നമ്മുടെ സപ്ലയേഴ്സിനോ കസ്റ്റമേഴ്സിനോ അതല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻറ്റിനോ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ ഡയറക്റ്റായി മെയിൽ ചെയ്യുവാനും സാധിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. താങ്ക്